പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ രാത്രിയിൽ കർത്താവിന്റെ മുൻപിലായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രധാനദാസൻ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയ സന്നിച്ചായൻ, മറ്റ് പ്രിയപ്പെട്ടവര്, അതുപോലെ എന്റെ സ്നേഹിതൻ പാസ്റ്റർ പ്രസാദ്, ഫാമിലി, അങ്ങനെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരും അനുഗ്രഹീതരുമാണല്ലോ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദയവായി ക്ഷമിക്കണം, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മീറ്റിങ്ങില് പെട്ടെന്ന് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. പെട്ടെന്ന് എനിക്ക് ചെന്നൈക്ക് പോകേണ്ടതായിട്ട് വന്നു. കാനഡ വിസയുടെ ബയോമെട്രിക്കിന്റെ ഡേറ്റ് പെട്ടെന്നാണ് വന്നത്. എനിക്ക് അങ്ങനെ പോകേണ്ടതായിട്ട് വന്നു. മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ട സമയം ഞാൻ ചെന്നൈ എയർപോർട്ടിലായിരുന്നു. എനിക്കതുകൊണ്ട് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യത്തിന് അനന്തര ക്രമീകരണങ്ങൾ ചെയ്യുവാൻ സഹായിച്ചു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കും. ഞാനിന്ന് നിങ്ങളുമായിട്ട് വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചന ഭാഗമാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഈ അധ്യായത്തെക്കുറിച്ചൊരു ധാരണ, ഈ അധ്യായത്തെക്കുറിച്ചൊരു ധാരണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ലാസറിന്റെ ഉയർപ്പിനെ പറ്റി പറയുന്ന ഒരധ്യായം. ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് ഒരുപക്ഷെങ്കിൽ നമുക്ക് മനപ്പാഠം തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. യേശുവിന് പ്രിയനായ മനുഷ്യനായിരുന്നു ലാസർ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. യേശുവിന് പ്രിയനായിരുന്നു ലാസർ. യേശുവിന് പ്രിയനായിരുന്നു ലാസർ. ലാസർ മരിച്ചുപോയി. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഈ ലാസറിന്റെ മരണവിവരം അറിഞ്ഞ് 4-ാം ദിവസം ലാസറിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് വരുമ്പോ മാർത്ത പറയുന്ന ചില വാക്കുകൾ 21-ാമത്തെ വാക്യം നോക്കി. മാർത്ത യേശുവിനോട്, കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അടുത്ത വാക്ക്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയും. അവിടെ കർത്താവ് പറയുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത പറയുന്നു, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. നമ്മള് മലയാളത്തിൽ പറയത്തില്ലേ, ചക്കെന്ന് പറയുമ്പോ കൊക്കെന്നാ കേൾക്കുന്നതെന്ന്. ആ ടൈപ്പിലാ യേശു പറയുകയാണ്, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. മാർത്ത പറയുന്നു, ഒടുക്കത്തെ നാളിൽ നടക്കുമെന്ന് എനിക്കറിയാം. നീ ഉയർപ്പിക്കുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ഒടുക്കത്തെ നാളിലാണ്. അവിടെയാണ് യേശു ചരിത്രപ്രസിദ്ധമായി റെവലേഷൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വാക്യത്തിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഞാൻ തന്നെ പുനരുത്ഥാനം ആകും. 2, ഞാൻ തന്നെ ജീവൻ ആകും. 3, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ഈ ഐ ആം സെയിങ്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗമുണ്ട് യോഹന്നാന്റെ സുവിശേഷം. അതായത് ഞാനാകുന്നു എന്ന് പറഞ്ഞ ചില പ്രയോഗം. ഞാനാകുന്നു. കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഞാനാകുന്നു പ്രയോഗം യോഹന്നാൻ 6:48. ഞാൻ ജീവന്റെ അപ്പം ആകും. രണ്ടാമത്തത് യോഹന്നാൻ 9:5. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകും. 3 യോഹന്നാൻ 10:9. ഞാൻ വാതിൽ ആകും. 4 10:11. നല്ല ഇടയൻ ആകും. അഞ്ചാമത്തതാണ് നമ്മൾ വായിച്ചത്, ഞാൻ പുനരുത്ഥാനമാകുന്നു. 11:25. അതിൽ പറയുന്ന ആറാമത്തെ കാര്യമാണ് ഞാൻ ജീവനാകുന്നു എന്ന് പറയും. ഇവിടെ കർത്താവ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ തന്നെ പുനരുത്ഥാനം ആകും. അവിടെ ഈ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ യേശു അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. അതിന് നമ്മൾ ആദ്യം ആ പുനരുത്ഥാനം എന്ന് പറയുന്ന പദം തന്നെ നമ്മൾ മനസ്സിലാക്കണം. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് അനാസ്റ്റസീസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. അനാസ്റ്റസീസ്. ഞാൻ ആ ഗ്രീക്ക് പദത്തിന്റെ സ്പെല്ലിങ് എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അനാസ്റ്റസീസ്. ANASTASIS. അനാസ്റ്റസീസ്. അനാസ്റ്റസീസ് എന്ന് പറഞ്ഞാൽ റൈസിങ് അപ്പ് എന്ന് അതിനെ വിളിക്കാം. 2 റൈസിങ് ഫ്രം ദ ഡെഡ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട്. അതായത് ഉയർപ്പിക്കുക, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുക എന്നൊക്കെ നമുക്ക് പറയാനായിട്ട്. ഇവിടെ യേശു പറയുന്നത് ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. ഞാൻ തന്നെയാണ് പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഉയർപ്പിക്കുന്നവൻ. ഞാൻ തന്നെയാണ് മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഒരു ടൈറ്റിൽ പോലെ. ഞാൻ ആ ടൈറ്റിൽ എന്ന് പറയുമ്പോ എൻ്റെ മനസ്സിലുള്ളത് ഒരു നാമം പോലെയാണ്. ഈ വാക്ക് നമ്മൾ കാണും. ഈ കർത്താവിന്റെ നാമങ്ങൾക്ക് എപ്പോഴും സവിശേഷതയുണ്ട്. ഈ കർത്താവിന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് all the titles of our Lord are names of power. അത് ദൈവശക്തിയുടെ പ്രകടനങ്ങളാണ്. ഈ നാമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയണം, നമ്മള് ഒരാളെ കുറിച്ച് പല നാമങ്ങൾ പറയുമ്പോൾ ആ വ്യക്തി കൂടുതൽ കൂടുതൽ റിവീൽ ആകുക. ഇപ്പൊ ഞാൻ എന്ന വ്യക്തി എന്നെ റെജി മാത്യു എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് മനസ്സിലാക്കുക. എന്നാൽ പാസ്റ്റർ റെജി മാത്യു എന്ന് പറയുമ്പോൾ ആളുകൾ മനസ്സിലായി ഇയാളൊരു പാസ്റ്റർ. ഇതുപോലെ എൻ്റെ ഓരോ ഡെസിഗ്നേഷൻസ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ എന്ന വ്യക്തി കൂടുതൽ റിവീലാകും. അതുപോലെ കർത്താവ് തൻ്റെ നാമം കൂടുതൽ വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് തന്നെ കൂടുതൽ നമ്മുടെ മുൻപിൽ റിവീലാകും. അതാ ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ നാമങ്ങളും നമ്മുടെ നാമങ്ങൾ പോലെയല്ല. കർത്താവിന്റെ നാമങ്ങളെല്ലാം തന്നെ അത് ശക്തിയുടെ നാമങ്ങൾ, അതെല്ലാം ഭയങ്കര വെളിപ്പാടുകൾ. ഈ നാമങ്ങളെ ഞാനൊരു 3 വിധത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, they express his nature. ഓരോ നാമങ്ങളും കർത്താവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. 2, they express his perfection. കർത്താവിന്റെ സമ്പൂർണതയെ ഓരോ നാമങ്ങളും വെളിപ്പെടുത്തുകയാണ്. 3, they express his prerogative, അല്ലെങ്കിൽ വിശേഷാധികാരം, പ്രത്യേക അവകാശം,
അല്ലെങ്കിൽ സവിശേഷാധികാരം എന്ന് പറയും. അങ്ങനെ കർത്താവിന്റെ നാമങ്ങളെല്ലാം തന്നെ ഭയങ്കര ശ്രേഷ്ഠമാണ്. അതിനെ നമ്മൾ ക്രോഡീകരിച്ച് ഒന്നിച്ചു പറയുകയാണെങ്കിൽ ദേ ആർ ഷാഡോസ് ഓഫ് ഡിവൈൻ സബ്സ്റ്റാൻസ് എന്ന് നമുക്ക് അതിനെ വിളിക്കും. അഥവാ ദൈവത്വത്തിന്റെ സത്തയുടെ നിഴലുകളാണ് ഓരോ നാമങ്ങൾ. ദൈവത്വത്തിന്റെ സാരാംശത്തിന്റെ നിഴലുകളാണ് ഓരോ നാമങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ദേ ആർ ഷാഡോസ് ഓഫ് ഡിവൈൻ സബ്സ്റ്റൻസ്. അങ്ങനെ ഒരു ഭയങ്കര ആധികാരികതയുള്ള ഒരു കാര്യമാണ് ഞാൻ പുനരുത്ഥാനമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ നമ്മൾ പല ട്രാൻസ്ലേഷനിൽ മാറി മാറി വായിക്കുമ്പോൾ മിക്കവാറും ട്രാൻസ്ലേഷനുകളിലെല്ലാം ഐ ആം ദ റിസറക്ഷൻ എന്നാണ് പറയുന്നത്. ഐ ആം ദ റിസറക്ഷൻ. എന്നാല് വളരെ അപൂർവങ്ങളായിട്ടുള്ള ചില പരിഭാഷകളിൽ ഐ ആം ദ വൺ ഹു റൈസസ് ദ ഡെഡ് ടു ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തന്നെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര വ്യാപ്തിയുണ്ട്. അതിനെ നമ്മള് പറഞ്ഞത് രണ്ടു വിധത്തിലെങ്കിലും മനസ്സിലാക്കണം. ഒന്ന്, ഏതു വ്യക്തിയും ഏത് സമയത്ത് മരണത്തിൽ നിന്നും ഉയർപ്പിക്കുവാനുള്ള അധികാരം കർത്താവിനുണ്ടെന്ന്. എന്നെ വാക്ക് വീണ്ടും ഒന്നുകൂടെ പറയാം. ഏതു വ്യക്തിയെയും ഏത് സമയത്തും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനുള്ള അധികാരം കർത്താവിനുണ്ട്. രണ്ട്, ഏതു വ്യക്തിയെയും ഏത് സമയത്തും മരണത്തിൽ നിന്നും ഉയർപ്പിക്കുവാനുള്ള ശക്തിയും. രണ്ട് വാക്കുകൾ നോട്ട് ചെയ്യുക. ഉയർപ്പിക്കുവാനുള്ള അധികാരമുണ്ട്, ഉയർപ്പിക്കുവാനുള്ള ശക്തിയും ഉണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത് ഐ ആം ദ റിസറക്ഷൻ. ഞാൻ തന്നെ പുനരുത്ഥാനം ആകും. ഇനി ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ രണ്ടു വിധത്തിൽ വേണം നമ്മള് മനസ്സിലാക്കാൻ. ഒന്ന്, അതിനൊരു ഒരു ഒരു വർത്തമാനകാല അർത്ഥവുമുണ്ട്, അതിനൊരു ഭാവികാല അർത്ഥവും. ഞാൻ ആ വാക്ക് വീണ്ടും പറയാം. അതിനൊരു വർത്തമാനകാല അർത്ഥവുമുണ്ട്, അതിനൊരു ഭാവികാല അർത്ഥവും. അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം, they are not doctrine about future events but present realities in Jesus himself. നമുക്കതിനെ ഒരു ഫ്യൂച്ചർ ഇവന്റ് ആയിട്ട് മാത്രം പറയാനായിട്ട് കഴിയത്തില്ല. ബട്ട് ഇറ്റ്സ് എ പ്രസന്റ് റിയാലിറ്റി ഇൻ ജീസസ് ഹിംസെൽഫ്. അതൊരു പ്രസന്റ് റിയാലിറ്റി കൂടി. ഞാൻ ആ റിസറക്ഷന് അങ്ങനെ ഒരു അർത്ഥം വരത്തക്ക വിധത്തിൽ പറയാം. നമുക്കറിയാം, ലാസറിന്റെ കല്ലറക്കൽ നിന്നിട്ടാണ് യേശു ഐ ആം ദ റിസറക്ഷൻ എന്ന് പറയുന്നത്. ഐ ആം ദ റിസറക്ഷൻ. അതിന്റെ പറയുന്നത് പോലെ എന്താ, ലാസർ കല്ലറക്കകത്തൊന്ന് പുറത്തു വന്നു. അപ്പൊ പ്രസന്റ് ടൈമിൽ അതിനൊരു കണക്ഷൻ. അപ്പോൾ തന്നെ ഇനിയും ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന മേജർ ആയിട്ടുള്ള ഫ്യൂച്ചർ ഇവന്റ് ആയിരിക്കും ഈ റിസറക്ഷൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെങ്കിൽ സകല വിശുദ്ധന്മാർക്കും സംഭവിക്കുന്ന കാര്യം. അതാ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇവന്റ്സ്. വർത്തമാനകാല സാഹചര്യവുമായി ഭാവികാല സാഹചര്യവുമായി ഇതിന് ഭയങ്കര ബന്ധം. അപ്പൊ അവിടെ ഒരു ചോദ്യം, ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കും, ഈ ജൂലൈ മാസം 7-ാം തീയതി ഈ ഈവനിങ് സമയത്ത്
എന്താണ് ഈ റിസറക്ഷൻ എന്ന വാക്കിനകത്ത് കിടക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിന്റെ അർത്ഥവ്യാപ്തി? എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കൊലോസ് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യവുമായി കണക്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവും. കൊലോസ് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്നെടുത്ത്, അവിടെ നമ്മൾ സ്നാനവുമായി ബന്ധപ്പെട്ടൊരു റെവലേഷനാണ് നമ്മൾ കാണുന്നത്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുക, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസം അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ ആ വാക്യത്തെ അല്പം കൂടെ സൂക്ഷ്മമായി ഒന്ന് മനസ്സിലാക്കി. ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ഈ കൂട്ടത്തിൽ സ്നാനപ്പെട്ട എത്ര പേരുണ്ട്? സ്നാനപ്പെട്ടവർ മാത്രമാ ആ കരമൊന്ന് ഉയർത്താമോ? ഈ സ്നാനപ്പെട്ടവരോട് ഞാൻ പറയാം, നമ്മുടെ സ്നാനത്തിൽ ഒരു റിസറക്ഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ സ്നാനത്തിൽ ഒരു റിസറക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ വാക്യം ഒന്നുകൂടെ നോക്കിയേ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോ അടക്കപ്പെട്ടിരിക്കുന്നു, അടുത്തത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാനിവിടെ ഒരു കാര്യം പറയും. ഈ സ്നാനത്തിന് 2 മുഖങ്ങളും സ്നാനത്തിന് 2 പാദങ്ങളും. അതിലെ ഒന്നാമത്തെ മുഖം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പാദം എന്ന് പറയുന്നത്, നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നത്. ഓക്കെ, നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നാം അവന്റെ മരണത്തോട് ഏകീഭവിക്കും. നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ അവന്റെ പുനരുത്ഥാനത്തോടും നമ്മൾ ഏകീഭവിക്കും. അപ്പൊ നിങ്ങൾ സ്നാനപ്പെട്ടവരാണ്. വെള്ളത്തിൽ മുങ്ങി അവന്റെ മരണത്തോടും വെള്ളത്തിൽ നിന്ന് പൊങ്ങി അവന്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചിരിക്കും. അപ്പോ ഓൾറെഡി നമ്മളിൽ ഒരു റിസറക്ഷൻ നടന്നിട്ടുണ്ട്. ഞാൻ പറയാം, അത് ബാഹ്യമായ തലത്തിലുള്ള റിസറക്ഷൻ അല്ല, നമ്മുടെ ആന്തരിക തലത്തിൽ ഒരു റിസറക്ഷൻ നടന്നിരിക്കും. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നു എന്നാണ് ഞാൻ കരുതുന്നു. ആ വാക്യം അത് സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട, ഞാനത് ഒന്നുകൂടെ പറയാം, നിങ്ങളത് നോക്കിയിരുന്നാൽ മതി. അവിടെ വായിക്കുന്നത്, ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ ഒരു വ്യാപാര ശക്തിയാലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽക്കുന്നത്. ജീസസ് ആ വ്യാപാര ശക്തിയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നു, നമ്മൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഒരു റിസറക്ഷൻ വ്യാപരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ ബാഹ്യതലത്തിലല്ല. ബാഹ്യതലത്തിലായിരുന്നെങ്കിൽ നരവരത്തില്ലായിരുന്നല്ലോ. സ്തോത്രം. സണ്ണിച്ചാന്റെ മോടെ വിവാഹത്തിന് വന്നപ്പോ നിങ്ങൾ കണ്ടു കാണാം, എന്റെ തലമുടിയിൽ നല്ലൊരു ശതമാനം നരച്ചത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ശൈലിയാണ്. ഈ നരയെല്ലാം വരുന്നത് തന്നെ, കഷണ്ടിയൊക്കെ വരുന്നത് എങ്ങനെ? നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മുട്ടുവേദന വരുന്നതും നടുവേദന വരുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് രോഗാതുരമാണ്. ഞാൻ പറഞ്ഞത്, ഇത് ഒരു റിസറക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ടല്ല. നമ്മളിൽ ഇപ്പോൾ ശരിക്കും ഒരു റിസറക്ഷൻ വ്യാപരിക്കുന്നു. യേശു പറയുന്നു, ഐ ആം ദ റിസറക്ഷൻ, ഞാൻ തന്നെ പുനരുത്ഥാനം. നമ്മുടെ അകത്ത് ഇപ്പോൾ ആ ഒരു വ്യാപാര ശക്തി വെളിപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ പ്രസന്റ് ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യാപാര ശക്തി. പിടികിട്ടുന്നുണ്ടോ? പക്ഷെ നമ്മളെ
ഈ വെളിപ്പാടിലോട്ട് വരാത്തത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ അതിനെ യൂസ് ചെയ്യൂ. ഈ റിസറക്ഷന്റെ ഒരു സവിശേഷത അറിയണമെങ്കിൽ മരണം എന്താണെന്ന് അറിയാം. മരണം, ഈ മരണം എന്ന് പറയുന്നത് ശരീരത്ത് നിന്ന് ആത്മാവ് വേർപെടുന്നത്, അതാ മരണം. കിട്ടുന്നെന്ന് കരുതി. ഹല്ലേലൂയ. അത് മാത്രമല്ല, മരണം ഭയങ്കര നിശ്ചലാവസ്ഥ. ഒരാള് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ആദ്യം ചെയ്യുന്നത് ഈ താടി അങ്ങ് കൂട്ടിക്കെട്ടുക, അല്ലെ? പിന്നെ ചെയ്യുന്നത് കൈ രണ്ടും കൂടെ അങ്ങ് കൂട്ടിക്കെട്ടും. പിന്നെ ചെയ്യുന്നത് കാല് രണ്ടും കൂടെ അങ്ങ് കൂട്ടിക്കെട്ടും. അങ്ങനെ 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 താടി കൂട്ടിക്കെട്ടിയില്ലേ വാ തുറന്നു വരും. കൈ കൂട്ടിക്കെട്ടിയില്ലേ അതങ്ങനെ ഇരുന്നങ്ങ് സ്റ്റിഫായി പോകും, പിന്നെ അടുപ്പിക്കാൻ പറ്റും. കാല് കൂട്ടിക്കെട്ടിയില്ലേ തന്നെ അങ്ങനെ ഇരുന്നങ്ങ് സ്റ്റിഫായി പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഈ പരിപാടി ചെയ്യും. ഈ മരണമെന്ന് പറഞ്ഞാൽ ഒരാള് സ്റ്റക്കായി പോകും. ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ സ്റ്റക്കാകുന്നത് പോലെ ആയിപ്പോയിട്ടുണ്ട്, അതെ, അങ്ങ് ബ്ലോക്ക് ആകുന്നത് പോലെ ആയിപ്പോയിട്ടുണ്ട്. സോറി, അവിടെ ഒരു മരണം തലമുറയുടെ വിദ്യാഭ്യാസമാകട്ടെ, ഭാവിയാകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, സ്പിരിച്വൽ ലെവലാകട്ടെ, പുറപ്പാടുകളാകട്ടെ, നമ്മൾ സ്റ്റക്കാകുന്നുണ്ടെങ്കിൽ അവിടെ മരണം വ്യാപിക്കും. അവിടെയാണ് റിസറക്ഷൻ പവർ പ്രസന്റ് ടൈമിൽ നമ്മളിൽ ചലിക്കേണ്ടത്. നിങ്ങളെ ശരിക്കും അത് ക്ലെയിം ചെയ്യും. നമ്മുടെ അകത്ത് സ്നാനത്താൽ വെളിപ്പെട്ടിരിക്കുന്ന ഈ റിസറക്ഷൻ പവറിനെ നമ്മൾ ശരിക്കും ആത്മാവിൽ ക്ലെയിം ചെയ്തോളാം. എവിടെയെങ്കിലും ബ്ലോക്ക് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മെ ആ റിസറക്ഷൻ പവറിനെ ശരിക്കും അപ്ലൈ ചെയ്യും. മനസ്സിലാകുന്നു എന്ന് കരുതട്ടെ. ഈ യേശുവിൽ പുനരുത്ഥാനം വ്യാപരിച്ചപ്പോ എന്നാ സംഭവിച്ചു? ചങ്ങല കൊണ്ട് കല്ലറ മുദ്ര വെച്ചിരിക്കുക, അതിനെ ബന്ധിച്ചു വെച്ചിരിക്കുക, കാവൽക്കൂട്ടം പുറത്തു നിൽപ്പുണ്ട്. പക്ഷെ ഈ പുനരുത്ഥാനം വ്യാപരിച്ചപ്പോ ഉണ്ട്, റിസറക്ഷന്റെ ശക്തി ഇറങ്ങി വന്നപ്പോ ആ ചങ്ങല ഇളകി മാറും, കല്ല് താനെ ഉരുണ്ടു മാറും. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയ സഹോദരങ്ങളെ, ചില സ്ട്രഗിളുകൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മൾ പുറത്തു വരാതിരിക്കത്തക്ക വിധത്തിൽ നമ്മളെ തടയുന്ന ചില സ്ട്രഗിളുകൾ യേശുവിന്റെ നാമത്തിൽ നമ്മളുടെ മുൻപിൽ നിന്ന് അത് മാറിപ്പോയേ പറ്റൂ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ആ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കുന്ന ആ കെട്ടിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എന്നിൽ നിന്ന് അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചു. 30 സെക്കൻഡ് ആ ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ, ആ സ്റ്റക്കായി നിൽക്കുന്നു, പരിമിതപ്പെടുത്തി കളയുന്നു ആ മരണത്തിന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറും. അത് പൊളിഞ്ഞു മാറും. അഭിഷേകത്തിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാൽ അതങ്ങ് പൊളിയപ്പെടും. അവിടേക്ക് ആ റിസറക്ഷൻ പവർ വ്യാപരിക്കട്ടെ. പത്രോസ് പറയുന്നത് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യം, പവർ വ്യാപരിച്ചാൽ പിടിച്ചു വെക്കുന്ന അസാധ്യം. ഞാൻ നിങ്ങളോട് പറയാം, പ്രസന്റ് ടൈമിൽ ഈ ഒരു പവർ, അതോറിറ്റി നമ്മുടെ ലൈഫിൽ പകരപ്പെടുന്നു. ഈ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല ഉത്തരം കിട്ടും. പിന്നെ ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? പലരും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാത്ത. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് കരുതുക. ഒന്നുകൂടെ ഞാൻ പറയാം, പലരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല ഉത്തരം കിട്ടാത്തത്.
പിന്നെ എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രാർത്ഥിക്കേണ്ടത് പോലെ പലരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ആമേൻ. ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് പോലെ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരം ഉറപ്പാണ്. ഞാന് സാധാരണ ഇങ്ങനെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടല്ലോ, എന്നും ഒരേപോലെയാണ്, അല്ലെ? നമ്മൾ ഒരേപോലെയല്ലേ പ്രാർത്ഥിക്കും. കർണസമ്പന്നായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ഇന്ന് പ്രഭാതം കണ്ട് എത്രയോ പേര് മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഏഴുകളെ കർത്താവ് ക്ഷേമത്തോട് സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യും. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഏൽപ്പിക്കുന്നു. കുടുംബമായി ദൈവം പരിപാലിക്കണേ, പഠിക്കാൻ ബുദ്ധി കൊടുക്കണേ, അടിയനെ വിശേഷിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പാസ്റ്ററെ കുടുംബത്തെ എന്തെങ്കിലും അനുഗ്രഹിക്കണേ, നല്ല ഉറക്കം തരണേ, രാവിലെ കൊണ്ടുവന്നെങ്കിൽ സ്തുതി പാലത്തിൽ ചെയ്യണേ, യേശുനാമത്തിലാമേൻ. ഇന്നലെ അതല്ലേ പ്രാർത്ഥിച്ചു. നമ്മൾ ഈ നിരന്തരമായി ഒരേ പല്ലവികൾ ആവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും ഒരു വ്യത്യസ്തത. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദൈനംദിന കൂട്ടായ്മകളിൽ കേൾക്കുന്ന വെളിപ്പാടുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അത് ശരിക്കും അപ്ലൈ ചെയ്യും. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ആ പരിമിതപ്പെടുത്തുന്ന, വഴിമുടക്കുന്ന ആ വിഷയങ്ങളെ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ യൂസ് ചെയ്തിട്ട് അത് അഴിഞ്ഞു മാറാനായിട്ട്, അത് മാറിപ്പോകാനായിട്ട് പറയണം. ഞാൻ പറഞ്ഞത്, യേശു നിൽക്കുന്ന സമയത്ത് ലാസറിന്റെ കല്ലറയ്ക്കൽ ആ റിസറക്ഷൻ പവർ വ്യാപരിച്ചപ്പോൾ ലാസർ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നു. രാമൻ പറയാമോ? അപ്പൊ അതിനൊരു ഒരു ഒരു ആമേൻ വർത്തമാനകാല സാധ്യതയുണ്ട്. പുനരുത്ഥാനത്തിന്റെ പവറിന് ഒരു വർത്തമാനകാല സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഇതിനൊരു ഭാവികാല സാധ്യതയും ഉണ്ട്. അത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവില്ല. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കിൽ അതിന്റെ ഭാവികാല സാധ്യത എന്താ? നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കിൽ കല്ലറകളിലുള്ള സകല വിശുദ്ധന്മാരും കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേൽക്കും. പൗലോസ് പറയുന്ന, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. അതൊരു മർമ്മമാണ്. കല്ലറകളിലുള്ള സകല വിശുദ്ധന്മാരും കല്ലറയെ വിട്ട് പുറത്തു. അപ്പൊ അത് ഭാവി കാലത്ത് സംഭവിക്കുന്നു. ആ വിധത്തിൽ ഈ അനാസ്റ്റസീസ് എന്ന പദത്തെ നമ്മൾ വിലയിരുത്തിയാൽ, ശരീരത്തെ വിട്ടുപിരിഞ്ഞ് ആത്മാവില്ലാത്ത ശരീരവും കൂടെ വീണ്ടും ഒന്നാകുന്നതാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നു? ശരിക്കും മരണമെന്ന് പറയുന്നത് ശരീരത്തെ വിട്ട് ആത്മാവ് പുറത്തു പോകുന്നത്. പ്രസാദ് ഭാസ്കർക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു പാട്ട്, ദേഹം എന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ. മരണമെന്ന് പറയുന്നത് ദേഹം എന്ന വസ്ത്രത്തെ വിട്ടിട്ട് ആത്മാവ് പുറത്തേക്ക് വരുന്നതാണ്. ഹല്ലേലൂയ. അതാണ് മരണമെന്ന് പറയുന്നത്. അപ്പൊ പുറത്തുപോയ ആത്മാവില്ലേ, ആ ആത്മാവ് തിരിച്ചു വരും ശരീരത്തിലേക്ക്. അപ്പൊ ആരെങ്കിലും ചോദിക്കും, പാസ്റ്റർ നിങ്ങൾ എന്നാ വെളിവാണ് പറയുന്നത്? ശരീരത്തിൽ നിന്ന് പുറത്തുപോയ ആത്മാവ് പുറത്തുപോയി എന്ന് പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾക്ക് അറിയാം. തിരിച്ച് ശരീരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ശരീരം ഇരിക്കുന്നു, ശരീരം ദ്രവിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെ ശരീരത്തിലേക്ക് ഈ ആത്മാവ് വരുന്നത്? അതൊരു റെവലേഷനാണ്, ഒരു ഫെയ്ത്താണ്. അവിടെ നമ്മൾ ലോജിക് ഉപയോഗിച്ചാൽ ശരിയാകത്തില്ല. അല്ലേലും നമ്മൾ ഈ ദൈവിക വിഷയത്തില് നമ്മൾ ഈ ലോജിക് അപ്ലൈ ചെയ്യാൻ വന്നാൽ ശരിയാകും. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവിക വിഷയങ്ങളിൽ വലിയ ലോജിക്കിനൊന്നും നിൽക്കണ്ട. കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അതിന് വേറൊരു ഉദാഹരണം, ഈ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. അപ്പൊ അവര് പറഞ്ഞു, കർത്താവേ 200 വെള്ളിക്കാശേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ 200 വെള്ളിക്കാശ് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഒപ്പം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട്?
അവർ പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ കയ്യിൽ 5 അപ്പം ഉണ്ട്, അതും കൊണ്ടുപോവാ. 5 അപ്പം 5000 പേർക്ക് എന്നെ എടുക്കാനാ. ലോജിക്കില്ല സംഗതിക്ക്. പക്ഷേ ലോജിക്കില്ലാത്ത ഒരു കാര്യം കർത്താവ് ചെയ്തു. ഈ അപ്പം കയ്യിലോട്ട് എടുത്ത് വാഴ്ത്തി അത് മുറുക്കി. അത് ഒരുത്തന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ അത്ഭുതം, ഒരു കൊട്ട നിറഞ്ഞിരിക്കുന്നു. അടുത്തൊരുത്തന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ വീണ്ടും അത്ഭുതം, കൊട്ട നിറയുക. 5000 പേര് തിന്നു തൃപ്തരായി. ശേഷിപ്പ് 12 കൊട്ട നിറച്ചെടുത്തു. ഒരു ലോജിക്കില്ലാത്ത കാര്യം. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു വെളിപ്പാടിനെ റിസീവ് ചെയ്യാൻ പറ്റും? ലോജിക്ക് ഇല്ലാത്ത വിധത്തിൽ ദൈവം എന്നെ വിടുവിക്കും. ഞാനൊന്നുകൂടെ പറയാം, ലോജിക്കുകൾ ഇല്ലാത്ത വിധത്തിൽ ദൈവം എന്നെ ഉദ്ധരിക്കും. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്ത്, നമ്മുടെ പ്രാപ്തിക്ക് അപ്പുറത്ത്, നമ്മുടെ കഴിവിനപ്പുറത്ത്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്ത് ദൈവം നമ്മളെ ഭയങ്കരമായിട്ട് ഓണർ ചെയ്യും. ലോജിക്കിനപ്പുറത്ത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വചനം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ റിസീവ് ചെയ്തു. കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ. അപ്പം ദ്രവിച്ചുപോയ ശരീരത്തിലേക്ക് ആത്മാവ് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലോജിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഫെയ്ത്ത്, റെവലേഷനാണ്. ആമേൻ. മണ്ണോട് മണ്ണായി ചേർന്ന ശരീരം. ഹല്ലേലൂയ. മണ്ണിലിട്ട ഒരു വിത്ത്, അത് ചത്തിട്ട് വിത്തിൽ നിന്നൊരു പുതിയ കിളിർപ്പ് വരുന്നത് പോലെ മണ്ണിനകത്ത് വിതയ്ക്കപ്പെട്ട ശരീരം, അതിനകത്ത് നിന്ന് സ്തോത്രം ഒരു പുതിയ നാമ്പായി പുറത്തു വരും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഒരു പുതിയ നാമ്പായി പുറത്തു. അപ്പോ ഇപ്പൊ നമ്മുടെ ആത്മാവ് എവിടെ? ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ആ ആത്മാവ് ദ്രവത്വമുള്ള ശരീരത്തിലേക്ക് മടങ്ങി വരും. അതാണ് അനാസ്റ്റസീസ്. ശരീരവും ആത്മാവും വീണ്ടും ഒന്നാകും. എന്നിട്ട് ഒരു ഉയർപ്പുണ്ടാകും. യേശു പറയുന്നു, ഞാനാണ് ആ റിസറക്ഷൻ. ഐ ആം ദ റിസറക്ഷൻ. ഞാനാണ് ആ റിസറക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഐ ആം ദ റിസറക്ഷൻ എന്ന വാക്കിന് സ്തോത്രം 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് പ്രസന്റ് ടൈമിൽ, 2 ഫ്യൂച്ചർ ടൈമിൽ. പ്രസന്റ് ടൈമിൽ നമ്മുടെ ലൈഫിന്റെ ഡെലിവറൻസിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ലൈഫിന്റെ സ്തോത്രം മൂവ്മെന്റ്സിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സ്തോത്രം ആകമാനമായി വിടുതലുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. 2 ഭാവികാലപരമായി നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ സ്തോത്രം ഏറ്റവും ഉയർന്ന തലത്തിൽ നമ്മൾ ഉയർപ്പ് അനുഭവിക്കുന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനം. ഈ 2ാമത്തെ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനാണ്. ഞാൻ ജീവനാണ്. ഞാൻ ജീവനാണെന്ന് പറയുമ്പോ എന്താണ് ജീവൻ? എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞാൽ സോയെ എന്ന പദമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സോയെ. ആ സോയെ എന്ന് പറയുമ്പോൾ ZOE, സോയെ. ആ സോയെ എന്ന് പറയുമ്പോൾ ആമേൻ, അതിനെ നമുക്ക് അബ്സല്യൂട്ട് ഫുൾനെസ് ഓഫ് ലൈഫ് എന്ന് വിളിക്കാം. അബ്സല്യൂട്ട് ഫുൾനെസ് ഓഫ് ലൈഫ്. സോയെ. ഞാൻ ജീവനാണ്. ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. അതിനെ നമുക്ക് വീണ്ടും വിളിക്കാം റിയൽ ആൻഡ് ജെനുവിൻ ലൈഫ്. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാനാണ് ആ ജീവൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയരെ, നമ്മുടെ ആ ലൈഫിന്റെ ഫുൾനെസ് ജീവനായ കർത്താവ് നമ്മുടെ ജീവനുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. യേശു പറഞ്ഞില്ലേ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരാൻ, സമൃദ്ധിയായി തരാൻ. അതാ ഞാൻ പറഞ്ഞത്, ആ ജീവന്റെ ഫുൾനെസ്, ആ റിയൽ ജെനുവിൻ ലൈഫ്, അതാണ് കർത്താവ് നമുക്ക് തരാൻ പോകുന്നത്. ഹല്ലേലൂയ. വാസ്തവത്തിൽ
എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാ കർത്താവ് പറയുന്നത്, നിങ്ങളെ ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ജീവനാണ്. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സമയം തീരാറായെന്ന് തോന്നുന്നു. ആമേൻ. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇന്നും ബലപ്പെടണം. നമ്മൾ ഏതിലാണ് നിൽക്കുന്നത്? പ്രസന്റ് ലൈഫ് നമ്മൾ ആമേൻ തുടരുന്നത് ഈ റിസറക്ഷന്റെ പവറിനകത്താണ്. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നത് ആ റിസറക്ഷന്റെ പവറിനകത്താണ്. പ്രസന്റ് ലൈഫ് നമ്മൾ ജീവിക്കുന്നത് കർത്താവ് നമുക്ക് തരുന്ന ജീവനിലാണ്. ഫ്യൂച്ചർ ലൈഫ് നമ്മൾ ജീവിക്കുവാൻ പോകുന്നു കർത്താവ് നമുക്ക് തരുന്ന ജീവനിലാണ്. അതാ പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനമാണ്, ഞാൻ തന്നെ ജീവൻ. ഇവിടെ ഉണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മൾ ഇത് കൺഫസ് ചെയ്യണം പ്രാർത്ഥനയ്ക്ക്. ഈ വചനത്തെ നമ്മൾ കൺഫസ് ചെയ്യണം. ഇതിനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. ഇതിനെ നമ്മൾ കൺഫസ് ചെയ്യണം. ജീസസ് പ്രസന്റ് ലൈഫിൽ കൺഫസ് ചെയ്യുമ്പോൾ അതിന്റെ ഡെലിവറൻസുകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. യേശു ഒക്കെ ചെയ്തത് വചനത്തെ കൺഫസ് ചെയ്യുന്നു. കർത്താവ് ഈ ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. വീടിനെ കർത്താവ് ഭയങ്കരമായിട്ട് കൺഫസ് ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാം, വചനത്തെ കൺഫസ് ചെയ്യും. ഹല്ലേലൂയ. ഞാനൊക്കെ ഈ വചനത്തെ ഭയങ്കരമായിട്ട് കൺഫസ് ചെയ്യുന്ന വചനങ്ങളാണ്. ആമേൻ. പല സന്ദർഭങ്ങളിലും പരിമിതപ്പെടുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആമേൻ. നമ്മൾ അസ്വസ്ഥരാകുന്ന സാഹചര്യം, ആ സാഹചര്യങ്ങളിൽ ഞാൻ കൺഫസ് ചെയ്യാറുണ്ട്. കർത്താവേ, പുനരുത്ഥാനം എന്നിലുണ്ടെന്ന്. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ജീസസ് ആമേൻ എന്നിൽ നിന്ന് പുറപ്പെടുവിക്കണം. ഞാൻ വാസ്തവത്തിൽ നിങ്ങളോട് പറയാം, ആമേൻ, നമ്മളൊരു കൃപാവര പ്രാപ്തനുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നവരല്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, നമ്മളൊരു കൃപാവര പ്രാപ്തൻ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നവരല്ല. എത്ര പേരത് പറയും? ഞാനൊരു കൃപാവര പ്രാപ്തനുള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നവരല്ല. ഞാനത് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു വാക്യമുണ്ട്. അത് എഫീസ് ലേഖനത്തിൽ നിന്ന്, എഫീസ് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ നാം ചോദിക്കുന്നതിന് നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആമേൻ. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നു എന്നല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. വാസ്തവത്തില് നമ്മിൽ അങ്ങനെ ഒരു പവർ വ്യാപരിക്കുക. ആമേൻ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. ആ വാക്കൊന്നുകൂടെ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. ആമേൻ. എത്ര പേര് ശരിക്കും അത് വിശ്വസിക്കുന്നുണ്ട്? എന്നിൽ ശക്തി വ്യാപരിക്കും. ആമേൻ. ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയും രക്തത്താൽ ഞാൻ വീണ്ടും പറയുകയാണ്, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ എഫീസ് ലേഖനം 3:20 ഒന്നുകൂടെ വായിക്കാം. നാം ചോദിക്കുന്നത് നിനക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ആമേൻ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എന്നിൽ അങ്ങനെ ഒരു കരുത്ത് വ്യാപരിക്കുക. ശരിക്കും നമ്മൾ വിടുവിക്കപ്പെടുന്നത് കൃപാവരപ്രാപ്തന്മാർ വരുന്നത് കൊണ്ടല്ല. നമ്മുടെ അകത്തൊരു കരുത്ത് വ്യാപരിക്കുന്നു, നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു, നമ്മുടെ അകത്ത് ശക്തി വ്യാപരിക്കുന്നു. ആ ശക്തിക്കകത്ത് നമ്മൾ കരുത്തരാകുകയാണ്. അതിനോടൊപ്പം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നു, ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നു. റിയൽ ലൈഫ്, ജെനുവിൻ ലൈഫ്, ആ അബ്സല്യൂട്ട് ആയിട്ടുള്ള ലൈഫ് നമ്മിൽ വ്യാപരിക്കുന്നു. ആ പവർ നമ്മിൽ വ്യാപരിക്കുന്നു.
ഇനി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ കുടുംബങ്ങളോട് ഞാൻ പറയാം, നിങ്ങളിൽ ആ ശക്തി വ്യാപരിക്കും. നിങ്ങളിൽ ആ ശക്തി വ്യാപരിക്കും. അതിനകത്താണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത്. അതിനകത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കുക. ജീസസ്. അതിലെ നമ്മള് ഓർത്തു വെക്കേണ്ടുന്ന ഒരു വചനമുണ്ട്, യോഹന്നാൻ 5:21. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കും. പുത്രന് ചിലരെ ജീവിപ്പിക്കുവാൻ ഇച്ഛയുണ്ട്. ആമേൻ. അതനുസരിച്ച് പുത്രൻ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും ഇങ്ങനെ ഒരു പവർ വ്യാപരിക്കുവാൻ, ആമേൻ, നമ്മെക്കുറിച്ച് പുത്രൻ ഒരു ഇച്ഛയുണ്ടായി. നിങ്ങൾ കേട്ടെന്നാ ഞാൻ കരുതുന്നു. നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു കരുത്ത് വ്യാപരിക്കുവാൻ പുത്രൻ നമ്മളെക്കുറിച്ച് ഇച്ഛയുണ്ടായിരുന്നു. പുത്രന് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശരിക്കും നമ്മൾ പുറത്തു വരും. ഞാനത് പറയുമ്പം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, കർത്താവ് എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നുന്നത്. 40-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞു. യഹോവ എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നണമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. കർത്താവ് എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നണമേ എന്ന് പറയുമ്പോ ആ ഒരു ഇഷ്ടം തോന്നിയാൽ മതി, കർത്താവിന് നമ്മളോട് നമ്മൾ വിടിവിക്കപ്പെടും. കർത്താവിന് ഇഷ്ടം തോന്നും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്തൊരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ മെസ്സേജ് അവസാനിപ്പിക്കണമല്ലോ. എത്ര പേര് പ്രാർത്ഥിക്കാനായിട്ടും? കർത്താവ് എന്നെ വിടിവിപ്പാൻ ഇഷ്ടം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. ജീസസ്. ആ ഒരു ഭയങ്കര റിസറക്ഷൻ പവർ, ആ ഒരു ഭയങ്കര ജീവന്റെ ഫുൾനെസ്, ആമേൻ, ആ ഒരു ജീവന്റെ ഒരു ഭയങ്കര ഭയങ്കര നിറവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിച്ചു തുടങ്ങുന്നു. നിങ്ങൾ എവിടെയൊക്കെയാണ് ബ്ലോക്ക് ആയി കിടക്കുന്നത് അവിടെയെല്ലാം, എന്റെ വാക്ക് വീണ്ടും പറയും, എവിടൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്ന അവിടെയെല്ലാം ബ്ലോക്ക് ആയി കിടക്കുന്ന ഇടത്തന്നെ ആ ജീവന്റെ ഫുൾനെസ് ഇപ്പോൾ ചലിക്കണം. പരിമിതപ്പെട്ട് കിടക്കുന്ന ഇടത്തല്ല ജീവന്റെ ഫുൾനെസ് ഇപ്പോൾ വ്യാപിക്കും. ഞാൻ ഒന്നുകൂടെ പറയും, പരിമിതപ്പെട്ട് കിടക്കുന്നിടത്ത്, ആമേൻ, പരാജയപ്പെട്ട് കിടക്കുന്നിടത്ത്, ആമേൻ, ജീവന്റെ ഫുൾനെസ്, ജീവന്റെ ഫുൾനെസ്, ലാം ഷബാര റാം ഷലാബാര ലാം ധമാന ഘടക റീഖ ശൽബാര, ജീവന്റെ ഫുൾനെസ്, ആ പുനരുത്ഥാനത്തിന്റെ പവർ. എവിടെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്? വേഗം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ പ്രോബ്ലത്തെ നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത് നിങ്ങളുടെ ആത്മാവിൽ പ്രാർത്ഥിച്ചു, യേശുവേ ആ പവറിനകത്ത് തന്നെ പൊതിയുന്നു. യേശുവെ ആ പവറിനകത്ത് തന്നെ പൊതിയുന്നു. ആ പകർച്ച യേശുവെ അങ്ങനെ പകരണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം. ജീസസ്. ആ വചനത്തിനകത്തെ അധികാരം ഇപ്പോൾ വെളിപ്പെടുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ലൈഫിൽ ഉടനീളം, പ്രസന്റ് ടൈമില്, ഫ്യൂച്ചർ ടൈമിൽ ആ പവർ വ്യാപരിക്കുന്നതിന് നന്ദി. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും. പരിമിതികളിൽ നിന്ന് പുറത്തു വരട്ടെ, നിരാശകളിൽ നിന്ന് പുറത്തു വരട്ടെ, സ്ട്രഗിളുകളിൽ നിന്ന് പുറത്തു വരട്ടെ, കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവ് അങ്ങനെ ഒരു പകർച്ചയായി ജനത്തെ കർത്താവ് ഉദ്ധരിക്കും. ദൈവപ്രവർത്തികൾക്ക് നന്ദി. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു.